എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ സ്വപ്നം പോലൊരു വീട് വെച്ചു. നന്നായി ഇൻറ്റീരിയർ ചെയ്തു, എക്സ്റ്റീരിയർ ലാൻഡ്സ്കേപ്പിംഗ് നടത്തി. അദ്ദേഹത്തിൻ്റെ ഇൻറ്റീരിയറിൻ്റെ സമ്പൂർണ്ണതയ്ക്കായി ഒരു നല്ല ലൈറ്റിംഗ് എക്സ്പേർട്ടിനെ ആവശ്യമുണ്ടായിരുന്നു. ഒരു വെറും ഇലക്ട്രീഷ്യനല്ല, കലാകാരനെ, വെളിച്ചം കൊണ്ട് കവിത എഴുതുന്ന ഒരാളെ. എൻ്റെ സുഹൃത്തിൻ്റെ വീടിൻ്റെ തീമിന് ഇണങ്ങുന്ന ലൈറ്റിംഗ് ഒരുക്കലാണ് വെല്ലുവിളി. ജാപ്പനീസ് ചെറി ബ്ലോസം കാലത്തെ ഇളം മഞ്ഞ സാന്ധ്യപ്രകാശം തൻ്റെ വീട്ടിൽ വേണമെന്ന് സുഹൃത്ത് ആഗ്രഹിച്ചു. അതിനു പറ്റുന്നൊരു ലൈറ്റിംഗ് എക്സ്പേർട്ടിനെ തേടി നടന്ന് പരാജയപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ കണ്ടത്. കേരളത്തിൽ ഇങ്ങനെ ഈസ്തെറ്റിക്കായി ജോലി ചെയ്യുന്ന സ്കിൽഡായ തൊഴിലാളികളില്ലെന്ന യാഥാർത്ഥ്യം അപ്പോഴേക്കും അവൻ തിരിച്ചറിഞ്ഞിരുന്നു. കൊള്ളാവുന്നവരായി ഉണ്ടായിരുന്നവരൊക്കെ നാടുവിട്ടു. യൂറോപ്പിലേക്ക്, അമേരിക്കയിലേക്ക്, ഗൾഫിലേക്ക്, അല്ലെങ്കിൽ ബംഗളൂരുവിലേക്കും മുംബൈയിലേക്കുമെങ്കിലും. ഞാൻ അവനോട് യോജിച്ചില്ല. തേടി നടന്നാൽ അവൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുന്ന വിധമുള്ള ലൈറ്റിംഗ് വിദഗ്ധരൊക്കെ ഇവിടെ തന്നെയുണ്ട്. പക്ഷേ അവൻ്റെ അനുഭവം ഒരു സന്ദേശം നൽകുന്നുണ്ട്. കൊള്ളാവുന്നവരൊക്കെ നാടുവിട്ടപ്പോൾ അൺസ്കിൽഡ് സ്റ്റേറ്റ് ആയോ കേരളം? ബംഗാളിയുടെയും യു പിക്കാരൻ്റെയും തട്ടിക്കൂട്ട് പണികൾ മാത്രമാണോ ഇനി ഇവിടെ അവശേഷിക്കുന്നത്? കൊള്ളാവുന്നവരെ ചെന്നൈയിൽ നിന്നോ ബംഗളൂരുവിൽ നിന്നോ കൊണ്ടുവരേണ്ട അവസ്ഥയാണോ?